ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗപ്പിനെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ എന്താണ് പുലിവാഹയുടെ ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി പോണേ. അപ്പോൾ ഇതിൽ ഒരുപാട് ഗപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചറിയാം നിങ്ങൾ ഇത് ഇത്രത്തോളം ഗപ്പിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 1 lakhിൽ മേളിൽ അത് വ്യൂസ് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം വാങ്ങിയ കോഴിയാണ് ഈ കാണുക. ഒരെണ്ണം കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഈ ഒരു ടാങ്കിൽ നമ്മുടെ നട്ടർ ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫീഡ് ചെയ്യാനുണ്ട്, ചെമ്മീനുണ്ട് കേട്ടോ ഫീഡ് ചെയ്യാൻ വേണ്ടി. അതുകൂടാതെ തന്നെ നമ്മുടെ അലിഗേറ്റർ കാറിന് ചാള കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് ഇരിക്കണേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 പുലിവാഹ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഇവിടെ ഉണ്ട്, ഇച്ചിരി വലുതായിട്ടുണ്ട്. അപ്പോൾ അക്യൂറത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതാണ് ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് നമ്മൾ ഗപ്പിനെ ഇട്ടിട്ട് ഈ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്ന ഈ വാഹനം നമ്മൾ നേരെ അക്യൂറത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ ഒരു ഫുഡ് നമുക്ക് നേരെ, അതായത് അതിൽ നമുക്ക് നേരെ നമ്മുടെ അലിക്കുട്ടന് ഫീഡ് ചെയ്യാം. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഒന്നും ഫീഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവന് ഫീഡ് ചെയ്യാൻ വേണ്ടി പോണേ കേട്ടോ. അപ്പോൾ വിശപ്പുണ്ടെന്ന് തോന്നിട്ട് നല്ല അതേ ഒരു ശാള എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരനെ കാണുന്നില്ല. ഈ നെറ്റിട്ടേക്കണില്ലേ, വെയിലധികം അടിക്കാണ്ടിരിക്കാനുണ്ടോ. ആ ദേ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഭയങ്കര ചാടിയാണ്. കഴിക്കടായി വലിയ പുള്ളിയാണേ. വായിലൊക്കെ വെച്ചു കൊടുക്കേണ്ടി വരും. കടി കിട്ടിയില്ല ഭാഗ്യം. അങ്ങനെ തന്നെ അകത്താക്കിയുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഇതും കൂടി ഇല്ലേ നമുക്ക് വാക്ക് ഫീഡ് ചെയ്യാം. എന്നിട്ട് 2 കോഴി കാര്യം പറയില്ലേ, ഈ 2 കോഴി നമ്മൾ ഈ ഇടക്ക് വാങ്ങിയതാണ് കേട്ടോ. 250 രൂപ വാങ്ങിയതാണ് പള്ളുരുത്തിന്ന്. നല്ല കുഞ്ഞു കോഴിയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു സൈസിൽ വാങ്ങണമെങ്കിൽ പെട്ടെന്ന് ചത്തൂല. ഇതിൻ്റെ കളർ കോഴിയില്ലേ, ഇതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവും. അത് പല കളറിലായിരിക്കും, പിങ്ക്, വൈറ്റ്, ഗ്രീന്, യെല്ലോ, ആ കളറിലൊക്കെ ഉണ്ട്. 5 എണ്ണം വാങ്ങിയതാണ്, ചത്തുപോയത്. അപ്പോൾ അതെ ഇതിൻ്റെ അത് നമ്മുടെ നട്ടർ ഫിഷ് കിടപ്പുണ്ട്. അപ്പോൾ അതിന് ചെമ്മീനാണ് ഇടക്കൊക്കെ ഫീഡ് ചെയ്യണത്. അതേപോലെ കക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വെള്ളം മോശമായി കിടക്കണേണ് പായലടിച്ചിട്ടേ അതായത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേണ്ട. കുറച്ച് ചെമ്മീന് ചെറിയ ചെറിയ കഷ്ണമൊക്കെ ഇട്ടത് അത് തിന്നറുണ്ടത്. നമ്മുടെ വാഹക്കുട്ടന് ഫീഡ് ചെയ്യാൻ പോണേ കേട്ടോ. ഇവരിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും വന്ന് അറ്റാക്ക് ചെയ്യണമായിരിക്കും. കണ്ടു കേട്ടോ. കഴിക്കണില്ലല്ലോ, പേടിച്ചിരിക്കുന്നതാണ്. കഴിച്ചേക്കും, ഇപ്പൊ കഴിക്കണില്ല. കാരണം ക്യാമറയും കൊണ്ട് അടുപ്പിച്ചിരിക്കണൊന്നും കഴിക്കാത്ത കേട്ടാ. നമുക്ക് നേരെ അങ്ങാടി ചെന്നിട്ട് ഫുഡ് കഴിച്ചതിൻ്റെ എമ്പക്കമ്പനി നമുക്ക് ഗപ്പിനെ മാറ്റാം. അത് ഗപ്പിനെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ ഗപ്പിനെ മാറ്റുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ ഇനി ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആർട്ടിമ പ്ലേറ്റ്സാണ് കൊടുത്തത്. അപ്പോൾ ആർട്ടിമ പ്ലേറ്റ്സ് എന്തിനാണ് കൊടുക്കണേന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സ്റ്റാർട്ടറായിട്ട് നമ്മുടെ ഗപ്പിയുടെ കുഞ്ഞുങ്ങൾക്കാണ് സാധാരണ കൊടുക്കാറ്. അപ്പോൾ വലിയ ഗപ്പിക്ക് ആർട്ടിമ പ്ലേറ്റ്സ് കൊടുത്താൽ കുഴപ്പമില്ല ഉണ്ടാകുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അതേ ഒരു കോട്ടൺ തുണിയും ബക്കറ്റും ഒരു കപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം തന്നെ കുറച്ച് നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടാങ്കിലേക്ക് ഒഴിക്കാനുള്ളതാണ്. കാരണം ഇതിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളാറിനെ വെള്ളം അങ്ങനെ തന്നെ മാറ്റുമ്പോൾ അത് ഡെഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു കോട്ടൺ തുണി ഇതിനെ ഫിൽറ്റർ ചെയ്തെടുക്കണേണ്ട, അതായത് അരിച്ചെടുക്കണേണ് അഴുക്കില്ലാണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഗപ്പിനെ ഇപ്പോൾ തൽക്കാലത്തൊക്കെ പിടിച്ചിരുന്നത്. എന്നിട്ട് ആ ഒരു ഫ്രിഡ്ജ് ബോക്സും കൂടി ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് മൊത്തത്തിൽ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഗപ്പിനെയൊക്കെ. അപ്പോൾ അതേ ഇതിൽ ചില്ല് ക്ലീൻ ചെയ്യണ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഉരച്ച് കഴുകാൻ പറ്റും. കണ്ടോ, അപ്പോൾ കയ്യിൽ നിന്നാണെങ്കിൽ ഇത് മാഗ്നേറ്റാണ് കണ്ട. ഇത് നമ്മുടെ അക്വേറിയം ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇത് ഗപ്പി ഇതിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഈ വെള്ളം മാറ്റിയിട്ട് ഞാൻ ഗപ്പിനെ ഓരോന്നായിട്ട് ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റണമായിരിക്കും കേട്ടോ. കണ്ട ഇപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് വെള്ളമാണ്. കണ്ട ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രീൻ ഷെയ്ഡ് വേണം നമ്മൾ ആ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റുമ്പോഴേ, അത് നല്ലതാണ്. അപ്പോൾ മീൻ ചത്തുവാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഗപ്പിക്ക് ഇതിൻ്റെ അടിയിൽ പോയി ഇരിക്കണേണ്. ഇപ്പോൾ മേളിലുണ്ടായ എല്ലാത്തിനും ഞാൻ കോരിയെടുത്ത് ഇപ്പോൾ താഴെ പോയി എല്ലാം കൂടി ഒളിച്ചിരിക്കണ കല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മാറ്റിയുണ്ട് ഈ ഒരു ബക്കറ്റിലേക്ക്. അപ്പോൾ ഇതിൽ പകുതിയോളം വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇത്രത്തോളം ഗപ്പി ഉണ്ട് കേട്ടോ. ഞാൻ വെയിലത്ത് വെച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും വീഡിയോന്. എന്താ
അപ്പോൾ ഇത്രത്തോളം ഗപ്പിയുണ്ട്. അപ്പോൾ ഞാൻ അക്യൂറത്തിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കോരിയെടുത്തപ്പില്ലേ ഈ വിരലിൻ്റെ ഗ്യാപ്പിൽ ഇരുന്നിട്ട് ഒരെണ്ണം ജാമായിട്ട് അത് ചാകാനായി കിടക്കണേ. അപ്പം അതിന് നമുക്ക് പുലിവാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ അക്യൂറത്തിൽ തന്നെ ഇട്ടേക്കണ. ഇവിടെ മേളിലുണ്ടായിരുന്നു, കാണാനില്ലല്ലോ, താഴെ പോയിട്ടുണ്ടോ? അതേ വന്നിട്ട് അല്ല, ഇത് ഡെഡായി പോവും കണ്ടാ, അല്ല ഇത് ഡെഡായി പോവും. ആകെ ക്ഷീണിച്ചിരിക്കണ ഗപ്പിയാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് നേരെ പുലിവാക്ക് ഫീഡ് ചെയ്യുക. അപ്പോൾ ക്യാമറ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ ഇതിങ്ങ കഴിക്കൂല. അത് ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇട്ട് നോക്കട്ടെ, കഴിക്കുമോ നോക്കല. ക്യാമറ അടുപ്പിച്ചെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ പുലിവാക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നിങ്ങൾ കഴിച്ചില്ല. അതായത് ഞാൻ അവിടെ ക്യാമറ പിടിച്ചോണ്ടിരിക്കണ കാരണം നിങ്ങൾ കഴിക്കാണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരെ വന്ന് ഇത് പിന്നെയും ക്ലീൻ ചെയ്യണേന്. ഇതിലേ നല്ല രീതി കഴുക്കുണ്ട്. അതായത് 2 മാസത്തിന് മേലെ നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ടാ. നല്ല ശരിക്കും ബ്ലാക്ക് കളർ ഏറുണ്ട് കല്ലിനൊക്കെ. ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ കിടക്കാട്ടെ. ഇനിയും ഇതിൽ ഗപ്പി ഉണ്ട്. ദേ ഇവിടെയൊക്കെ ഇപ്പുണ്ട്. ദേ കണ്ടതേ, ഇതിൻ്റെ അകത്ത് ഇനിയുണ്ട് ഗപ്പി. ആ കല്ലിൻ്റെ ഗ്യാപ്പിലൊക്കെ കയറി ഇരിക്കണായിരിക്കുവേ. അടുത്തതേ അങ്ങനെ കിട്ടിയില്ല. വെള്ളം മൊത്തം പറ്റിച്ചിട്ട് എടുക്കണം ഇനി. അപ്പം അക്വേറിയം മൊത്തത്തിൽ കഴുകി എടുത്തോണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇവിടെയാണ് ഇനി ഈ അക്വേറിയം സെറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇതിൻ്റെ ടേബിൾ നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മ ഇനി ഫിഷ് ടാങ്ക് സെറ്റാക്കാൻ പോകണം. അപ്പം ഇതിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതുങ്ങൾ രണ്ടിനിലേക്ക് പിടിച്ചിടാൻ. കല്ലൊന്നും ഇടണില്ല, കാരണം ഇനി ലൈഫ് ഫീഡല്ലല്ല, ചെമ്മീനൊക്കെ കൊടുക്കണമെന്ന് ഇടക്കിടക്ക് വെള്ളം ക്ലീൻ ചെയ്യേണ്ടി വരും. അത് കാരണം നമ്മൾ ഇതിൽ കല്ലൊന്നും ഇടണില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്താ പറയുക, വെള്ളം 2 ദിവസം മുന്നേ പിടിച്ചു വെച്ച വെള്ളവും നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെള്ളമില്ലാഞ്ഞ കാരണം ഈ വെച്ചേക്കണ വെള്ളം കണ്ട, ഈ ടാങ്കിൽ വെച്ചേക്കണ വെള്ളം ഇന്നലെ പിടിച്ചു വെച്ചാണ്. അപ്പോൾ ക്ലോറിൻ്റെ അംശം ഉണ്ടാവും. അത് കാരണം ഗപ്പിനെ ഇതിലേക്ക് ഇടുമ്പോൾ വെള്ളം ഇപ്പോൾ ആഡ് ചെയ്യണില്ല. ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഇടാൻ വേണം ഗപ്പിനെ. 2 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ക്ലീൻ ചെയ്യുള്ളൂ. ഇതുങ്ങളെ പിടിച്ചിലേക്ക് ഇടണം, വെള്ളം അതിലേക്ക് നിറക്കണം. അപ്പോൾ ഈ വെള്ളം പുലിവാക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. വേണമെങ്കിൽ ചത്തുവാൻ ചാൻസ് ഉണ്ടാകും, വലിയ മണമില്ല. പക്ഷേ ഗപ്പിക്ക് ശരിക്കും എഫക്റ്റ് ചെയ്യും. ചെറിയൊരു ക്ലോറിൻ്റെ അംശം ഉണ്ടെങ്കിലും ഗപ്പിക്ക് അത് പ്രശ്നവും. അപ്പോൾ അതിൻ്റെ മെഡിസിനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സീസ് ഫംഗി ബ്ലൂ ഇല്ലേ, അതേപോലെ തന്നെ യെല്ലോ കളറിലെ ഒരു സംഭവം ഉണ്ട്. അത് ഈ ക്ലോറിൻ്റെ അംശമൊക്കെ കളയണ ഒരു സീസ് കെമിക്കലല്ലല്ല, ഒരു മെഡിസിനാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം. 2 ദിവസം മുന്നേ വെള്ളം പിടിച്ച് വെക്കും. എന്നിട്ട് അതാണ് നമ്മൾ ഗപ്പി വെള്ളം മാറ്റുമ്പോൾ ആഡ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഗ്രീൻ കളറിലെ വെള്ളം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി അതിലേക്ക് വെള്ളം നിറക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അത് വെള്ളം നമ്മൾ ആവശ്യത്തിന് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഈ ഒരു പിടി കല്ലുപ്പാണ് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ഇതിലേക്ക് ഇടുന്നുള്ളൂ മീനെ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കല്ലുപ്പ്. ഇത്ര സെറ്റായുണ്ട്. അപ്പം ഇതിലെ വെള്ളമില്ലേ, ഇതും കൂടി ഞാൻ 1 കപ്പ് ഒഴിക്കണ്ട കേട്ടോ. നേരത്തിട്ട ഗപ്പിനെ നിങ്ങൾ തിന്നിട്ടുണ്ടായിരുന്നു. ആ ചെമ്മീൻ ഇതിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പം ഇതിനെ പിടിച്ച് ജസ്റ്റ് എടുക്കണേ കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര കിടക്കലുണ്ടതേ. ഈ ഒരു കളറിൽ ഇപ്പം കാണണം. ഇനി അക്യൂറത്തിലിട്ട് കഴിയുമ്പോൾ പതിയെ കളറ് ശരിക്കുള്ള കളറിലേക്ക് വരും കേട്ടോ. ഇപ്പം ഈ ഒരു കളറാണ്. ഇപ്പം പതിയെ കളർ മാറി വരും കേട്ടോ. അടുത്തതിനെ പിടിച്ചിടാം. ഒട്ടും എന്താണ് പിടിച്ചിട്ടുണ്ട്. 2 പേരും പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര നുളപ്പ. ആ 2 പേരും ഉണ്ടാക്കുക കയറത്തിരി. ഭയങ്കര അക്രമം. നല്ല രസമുണ്ട് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മ ഇതുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. ഇനി കുറച്ച് നേരം ഇതിനെ നോക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു വെള്ളത്തിന്.
നല്ല രസമാണ് കാണാൻ വേണ്ടി. എല്ലാവരും ആക്റ്റീവാണ് രണ്ടുപേരും. വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കണ്ട പേടിയൊന്നും ഇല്ലട്ടാ ഇപ്പം. അപ്പം നമുക്ക് ഇനി ഈ ഒരു ടാങ്ക് വെള്ളം മാറ്റണില്ലല്ലോ. കാരണം വെള്ളം ഞാൻ വിചാരിച്ച് നേരത്തെ 2 ദിവസം മുന്നേ പിടിച്ചു വെച്ചാണ് വെള്ളമൊന്നും. ഇന്നലെ പിടിച്ചു വെച്ച വെള്ളത്തിൽ നമുക്ക് എപ്പിനും ഒരിക്കലും ഇടരുത്. പിന്നെ നമുക്ക് ആ ക്ലോറിൻ്റെ അംശം പോകാനുള്ള മെഡിസിനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ വെള്ളം തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടേ ഇതിൽ പായലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് തന്നെ എപ്പിനെ അങ്ങോട്ട് റിലീസ് ചെയ്യട്ടോ. കാരണം ഇതിൽ വലുതായിട്ട് പായലൊന്നും ഇല്ല. ഈ ഫ്രിഡ്ജിൽ മാത്രം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പായൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം വലിയ കുഴപ്പം വന്നില്ല. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു 25% വെള്ളം കൂടി വേണമെങ്കിൽ ആ ടാങ്കിലിരിക്കണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ വെള്ളം ഈ വെള്ളമൊക്കെ സെയിം ആവും. ടൈമിന് പിടിച്ചു വെച്ചേണേ. ഇത് ഗപ്പിനെ പിടിക്കണേ കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ. ഓ റിലീസ് ചെയ്യണേണ്. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ്. കൂടുതലും കുഞ്ഞുങ്ങളാണ് ഈ പ്രാവശ്യം. നമ്മുടെ ഗപ്പിനെ എല്ലാത്തിനും റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആക്റ്റീവാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കല്ലിട്ടിട്ടില്ല, അതായത് സ്റ്റോണിലേക്ക് ഇപ്പോൾ ഇട്ടിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഇത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. കുറച്ചും കൂടി അഴുക്കായിട്ട് ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോഴേ ഇതിലേക്ക് സ്റ്റോൺ ഇടുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മ 2 ദിവസം മുന്നേ പിടിച്ചു വെച്ച വെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഇതിലേക്ക് ഗപ്പിനെ ഇടുമ്പോൾ ഫുള്ളിൻ്റെ ഡായിപ്പോവും. പിന്നെ ഒരു ഗപ്പിനെ പോലും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ഈ നമ്മുടെ വാഹകടന്ന് വെച്ചാൽ ഈ ഒരു ടാങ്കിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഇതേപോലെ സെറ്റാക്കിക്കണം. എല്ലാവരും ആക്റ്റീവ് ഒരെണ്ണം പോലും ചത്തു പോയിട്ടില്ല കേട്ടോ. എല്ലാവരും ആക്റ്റീവാണ്. ഞാൻ നേരത്തെ കോരിയപ്പോൾ എൻ്റെ കൈയുടെ ഇടയിൽ എന്ന് പറഞ്ഞ് ഇറങ്ങി ചത്തു പോയതല്ലാണ്ട് വേറൊന്നും ചത്തിട്ടില്ല. അതപ്പത്തെ നമ്മുടെ വാഹക്കുട്ടന്മാർ തിന്നറുണ്ടായിരുന്നു. അതാണ് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഈ ഫിഷിനെയൊക്കെ അയച്ചു കൊടുക്കാറില്ലാണ്. ഞാൻ തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് 3-4 പേര് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഫിഷിനെ തരുമെന്ന് ചോദിച്ചു, അതായത് ഗപ്പിനെ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് വാക്ക് ഫീഡ് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ കുറേ പേര് വന്ന് വാക്ക് ഗപ്പിനെ കൊടുക്കരുത്, ഗപ്പി ഫാൻസ് വന്ന് കമൻറ്റിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ 2-3 പേര് അത് ആ കമൻറ്റിൽ വന്ന് ചോദിച്ചായിരുന്നു ഗപ്പിനെ തരുമെന്ന്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെസ്സേജ് കമൻറ്റിലാണ് അത് പറഞ്ഞയച്ചത്. അപ്പോൾ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് ഒന്നും അയച്ചില്ല. അപ്പോൾ ഇൻസ്റ്റയിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട കാരണം വേറൊരു സബ്സ്ക്രൈബർ വന്നിട്ട് ഗപ്പിനെ ചോദിച്ചിരുന്നു. അപ്പോൾ 2 പേര് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ കൊറിയർ ചാർജ് അവർ തന്നെ തന്നായിരുന്നു. 70 രൂപയാണ് കൊറിയർ ചാർജ് തന്നെ. ഫിഷിന് ഞാൻ പൈസ ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിഷ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അപ്പോൾ ഇനി ഇറങ്ങണ ബ്രീഡിങ്ങിന് ഇറങ്ങണ ഗപ്പീസിന് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊറിയർ ചാർജ് മാത്രമേ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോകുള്ളൂ. അപ്പോൾ 2 പേര് വെച്ചാൽ ഞാൻ കൊടുക്കണം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റ ഫോളോ ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യട്ടോ ഫ്രണ്ട്സ്.